സംസ്ഥാനത്ത് തുടരുന്ന കനത്ത ചൂടുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് വീണ്ടും എത്തുന്നത്. പാലക്കാട് ജില്ലയിൽ ഇന്നും ഉഷ്ണതരംഗ മുന്നറിയിപ്പ് തന്നെയാണ്. 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്താമെന്ന് പറയുന്നു. കൊല്ലത്തും തൃശ്ശൂരും 39 ഡിഗ്രി സെൽഷ്യസും കണ്ണൂരും കോഴിക്കോടും 38 ഡിഗ്രി സെൽഷ്യസുമായിട്ടാണ് ചൂട് ഉയരാൻ സാധ്യതയായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. എല്ലാ ജില്ലകൾക്കും താപനില മുന്നറിയിപ്പുണ്ട്. എല്ലാ ജില്ലകളിലും 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഈ താപനില എത്തുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. പ്രശാന്ത് ശങ്കരമംഗലത്തും അതോടൊപ്പം അരുൺ അരത്തൂരുമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ഈ പൊതുവെയുള്ള കാലാവസ്ഥ മുന്നറിയിപ്പിനെ കുറിച്ചാണ് ആദ്യം അറിയേണ്ടത്. പൊതുവെ എല്ലാ ജില്ലകളിലും താപനില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയർന്നിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത് തന്നെയാണ് അവസ്ഥ. 35 ഡിഗ്രി സെൽഷ്യസിലേക്ക് മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മാറ്റമില്ലാതെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുമുള്ളത്. കൂടാതെ പാലക്കാട്, കൊല്ലം ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചൂട് ഉയർന്നു നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ തൃശ്ശൂർ, കോഴിക്കോട് മേഖലകളിലെല്ലാം ചൂട് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെ പാലക്കാട് ജില്ലയുടെ ഏതാനും പ്രദേശങ്ങളിലും അതുപോലെ തന്നെ കോഴിക്കോട്, തൃശ്ശൂർ ജില്ലയുടെ ഏതാനും പ്രദേശങ്ങളിലെല്ലാം ഈ ഉഷ്ണതരംഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പും ഒക്കെ നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഉഷ്ണതരംഗ സാധ്യത തള്ളിക്കളയാനാകാത്തൊരു സ്ഥിതിവിശേഷം തന്നെയാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. അതായത് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് താപനില ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിലടക്കം ഉഷ്ണതരംഗത്തിൻ്റെ ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ചൂട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുകയാണ്. ഇത് അതിനകത്ത് തന്നെ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. അതായത് ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കിടപ്പ് രോഗികളും അതുപോലെ തന്നെ ഗർഭിണികളും മറ്റ് പുറം തൊഴിലിടങ്ങളിൽ പണിയെടുക്കുന്നവരടക്കം ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കായിക മന്ത്രിയും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് കായിക മത്സരങ്ങളടക്കം അതുപോലെ തന്നെ പലതരം ടെസ്റ്റുകളുണ്ട്. അതെല്ലാം ഈ സമയത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട്, സമയക്രമത്തിലടക്കം മാറ്റം വരുത്തിക്കൊണ്ടൊരു തീരുമാനം നിശ്ചയിക്കുകയും ചെയ്തിരുന്നു. അതായത് രാവിലെ 7 മണി മുതൽ 10 മണിക്കുള്ളിൽ ഇത്തരം മത്സരങ്ങൾ നടത്തണമെന്നൊരു മുന്നറിയിപ്പും നൽകുകയൊക്കെ ചെയ്തിരുന്നു. ഇതെല്ലാം ഈ ചൂട് കൂടുന്നതിൻ്റെ ഒരു കാരണം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം നിർദ്ദേശങ്ങൾ വെച്ചത്. അതുകൊണ്ട് തന്നെ ഈ നിലവിലും ഇന്നും ആ സ്ഥിതി തന്നെയാണ് തുടരുന്നത്. മറ്റ് ജില്ലകൾ, പൊതുവിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചൂട് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അനു. ശരി പ്രശാന്ത്. അരുൺ അരത്തൂരിലേക്കാണ് ഇനി നമ്മൾ എത്തുന്നത്. അരുൺ, ഈ ബാക്കി എല്ലാ ജില്ലകൾക്കും 35 ഡിഗ്രി സെൽഷ്യസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ചില ജില്ലകളിൽ 38 വരെ. പക്ഷെ പാലക്കാട് 40 ഡിഗ്രി സെൽഷ്യസ് എത്തുമെന്ന് തന്നെയാണ് ഇന്നത്തെയും കാലാവസ്ഥ പ്രവചനമായി പറഞ്ഞിരിക്കുന്നത്. ഈ വരൾച്ചയാണോ ജില്ലയിൽ? അപ്രകാരത്തിലേക്കുള്ള സൂചന ലഭിക്കുന്നുണ്ടോ? തീർച്ചയായും മനു, പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രിക്ക് മുകളിൽ, 41 ഡിഗ്രിക്ക് മുകളിൽ വരെ ചൂട് ദിവസവും രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് ഇന്ന് ഇപ്പോൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് വീണ്ടും നൽകിയിരിക്കുകയാണ്. 24 മണിക്കൂർ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. തുടർച്ചയായ 4ാമത്തെ ദിവസമാണ് ഇങ്ങനെ ഉഷ്ണതരംഗം എന്ന തരത്തിൽ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും കഴിച്ചുകൂടാൻ പറ്റാത്ത തരത്തിൽ അത്രയും ചൂട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതിയായി ജില്ലയിൽ മാറിയിരിക്കുകയാണ്. ഏതായാലും ജനങ്ങളുടെ ഒരു ആവശ്യം എന്നുള്ളത്, പ്രത്യേകിച്ചും ഈ ചൂട് കാലത്ത് ജോലി ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒന്ന് മഴ പെയ്തെങ്കിൽ എന്നൊരു പലരും പറയുന്നു. പക്ഷെ മഴ പോലും പെയ്യാത്ത ഒരു സ്ഥിതി. വേനൽ മഴ ഇതുവരെ ഒരു തവണ മാത്രമാണ് പെയ്തത്. കഴിഞ്ഞ വർഷമൊക്കെ ഈ ഒരു മെയ് മാസത്തോട് അടുക്കുമ്പോഴേക്കും പലകുറി വേനൽ മഴ പെയ്തിരുന്നു. പക്ഷെ ഇക്കുറി ആണെങ്കിൽ ആകെ ഒരേ ഒരു തവണ മാത്രമേ വേനൽ മഴ പെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഈ ചൂടത്തെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. നിലവിലേതായാലും ജില്ലയിൽ ഈ ഉഷ്ണതരംഗ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഈ വെയിലത്തെ കൂടുതൽ ഇറങ്ങുന്നതിന് എന്നൊക്കെ ആളുകൾ വിട്ടുനിൽക്കണമെന്ന് നിർദ്ദേശമുണ്ട്. പക്ഷെ എങ്കിൽ പോലും പലപ്പോഴും അതൊന്നും ആളുകൾ കണക്കാക്കുന്നില്ല എന്നുള്ള ഒരു സാഹചര്യവും ഉണ്ട്. ഒപ്പം തന്നെ നിരവധി ആളുകൾ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതും വീടിനുള്ളിൽ കിടന്നുറങ്ങുന്ന ആളുകൾക്ക് പോലും ഈ സൂര്യതാപം ഏൽക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ജില്ലയിൽ പൊതുവെ ഉണ്ട്. കൂടുതൽ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശമാണ് ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുള്ളത്.